സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ബുധനാഴ്ചയും നടത്തിവരാറുള്ള സനാതനധർമ്മ ആചാരചിന്തകൾ അതിൻ്റെ 134 ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുണ്ടകോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ ആത്മാവുമായി ബന്ധപ്പെട്ട, മോക്ഷവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് മോക്ഷത്തെക്കുറിച്ചാണ്, ജീവാത്മാ പരമാത്മാ ഐക്യത്തെക്കുറിച്ചാണ്. ഏത് വിധമാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ നാമം, രൂപം ഇത്യാദികൾ ഉപേക്ഷിച്ചിട്ട് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത്, അപ്രകാരം ജ്ഞാനികൾ നാമത്തിലും രൂപത്തിലും നിന്ന് മുക്തരായി പരാത്പരനും ദിവ്യനുമായ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. ഇവിടെ ആത്മജ്ഞാനം നേടിയാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആത്മജ്ഞാനത്തിന്റെ ഫലം ആയിട്ട് ഇപ്രകാരം പറയുന്നു: ഗംഗാ, യമുന, ഗോദാവരി, സരസ്വതി തുടങ്ങിയ നദികള് പ്രത്യേകം പേരുകളിലും പ്രത്യേകം രൂപത്തിലും അറിയപ്പെടുന്നുവെങ്കിലും കടലിലെത്തിച്ചേരുമ്പോൾ അവ വേർതിരിച്ചറിയുവാൻ വയ്യാത്ത വിധത്തിൽ ഒന്നായിത്തീരുന്നു. അതുപോലെയാണ് ജ്ഞാനിയുടെ നിലയും എന്നാണ് സൂചിപ്പിക്കുന്നത്. അവിദ്യാകൽപിതങ്ങളായ നാമരൂപങ്ങളാകുന്ന ഉപാധികളെ കൊണ്ടാണ് ഈ നാനാത്വം പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം, രൂപം, നാമം എന്ന 5 അംശങ്ങളുള്ളതിൽ ആദ്യത്തെ 3 അതായത് സത്ത്, ചിത്ത്, ആനന്ദം ഇവ ബ്രഹ്മത്തിന്റെ രൂപവും പിന്നീടുള്ള 2 ജഗത്തിന്റെ രൂപവുമാകുന്നു. ഇതില് അവിദ്യ നശിക്കുമ്പോൾ വൈവിധ്യഹേതുക്കളായ നാമരൂപങ്ങൾ നശിക്കുകയും ബ്രഹ്മസ്വരൂപമായ സച്ചിദാനന്ദം സർവ്വതിലും ഒരുപോലെ പ്രകാശിക്കുകയും ചെയ്യുന്നു. കടലിലെ വെള്ളം തന്നെയാണ് നീരാവി, മേഘം, മഴ, പുഴ മുതലായ പല പേരോടുകൂടി വിവിധ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. അവസാനം ഉദ്ഭവസ്ഥാനമായ കടലിൽ എത്തിച്ചേരുമ്പോൾ നാമരൂപങ്ങളെല്ലാം വിട്ട് അതിൽ ലയിക്കുന്നു. അതുപോലെ ലോകത്തിൽ ജീവികൾ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്നും പുറപ്പെട്ട് ബ്രഹ്മപ്രാപ്തിയാൽ വൈവിധ്യങ്ങളെല്ലാം പോയി ഏകരസമായി തീരുന്നു എന്നർത്ഥം. അതായത് അദ്വൈത അവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്ന് താല്പര്യം. ശ്രീരാമകൃഷ്ണദേവൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ജനനവും മരണവും മായാജാലം പോലെയാണ്. പെട്ടെന്ന് കാണുകയും പെട്ടെന്ന് കഴിയുകയും ചെയ്യുന്നു. ഈശ്വരൻ മാത്രം സത്യം, ബാക്കി സർവവും അനിത്യങ്ങളാകുന്നു. ജലം മാത്രം സത്യം, അതിലെ കുമിളകൾ ഉയരുകയും താഴുകയും അല്ലെങ്കിൽ തകരുകയും ചെയ്യുന്നു. ഒടുവിൽ അത് ജലത്തിൽ ലയിക്കുന്നു. അതായത് എവിടെ നിന്ന് വന്നുവോ അതിൽ ലയം പ്രാപിക്കുന്നു. ഈശ്വരൻ മഹാസമുദ്രം പോലെയാണ്. ജീവന്മാർ കുമിളകൾ പോലെയും അതിൽ നിന്ന് ജനിക്കുകയും അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഒരു വലിയ കുമിളയുടെ ചുറ്റും കാണുന്ന 5-6 ചെറു കുമിളകൾ പോലെയാണ് കുട്ടികൾ. 9ാം മന്ത്രത്തില് ആരാണോ പരമമായ ബ്രഹ്മത്തെ അറിയുന്നത് അവൻ സാക്ഷാൽ ബ്രഹ്മം തന്നെയായിത്തീരുന്നു. അവന്റെ വംശത്തിൽ ജ്ഞാനമില്ലാത്തവർ ഉണ്ടാവുകയില്ല. അവൻ സകല ദുഃഖങ്ങളെയും പാപങ്ങളെയും തരണം ചെയ്യുന്നു. അതോടെ ഹൃദയബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് മരണമില്ലാത്തവനായി തീരുന്നു. ഇവിടെ പരമശ്രേഷ്ഠമായ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന ജീവാത്മാ പരമാത്മ ഐക്യബോധരൂപമായ ബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ചിട്ടുള്ളവനെയാണ്. തന്നിൽ നിന്ന് അന്യമായി ബ്രഹ്മത്തെ അറിയുന്നവൻ ഒരിക്കലും സർവവ്യാപിയായ ബ്രഹ്മത്തെ ശരിയായി അറിയുന്നവനല്ല. ഒരു യഥാർത്ഥ ജ്ഞാനിക്ക് അവിദ്യ നശിച്ചു പോയിട്ടുള്ളതിനാൽ പരമമായ ഗതി പ്രാപിക്കുന്നതിന് ഒന്നും തന്നെ തടസ്സമായി നിൽക്കുകയില്ല. വിദ്യാദശയിൽ തന്നിൽ നിന്ന് അന്യമായി പലതും കാണുന്നത് കൊണ്ടാണല്ലോ അവ തടസ്സമായി തീരുന്നത്.
സർവാത്മസ്വരൂപിയായ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്ന് സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരുവൻ ബ്രഹ്മം തന്നെയായി തീരുന്നതിന് യാതൊരു തടസ്സവും ലോകത്ത് ഉണ്ടാകുവാൻ വഴിയില്ല. അയാളുടെ വംശത്തിൽ ആ ഉന്നതമായ സംസ്കാരത്തോടും ചിന്താഗതിയോടും കൂടിയവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിദ്യാസ്തുതിക്കായി അർത്ഥവാദാത്മകമായി പറഞ്ഞിരിക്കുന്നു. അജ്ഞാനത്തിലൂടെ ഉടലെടുക്കുന്ന സുഖവും ദുഃഖങ്ങളും പുണ്യവും പാപങ്ങളും ധർമ്മവും അധർമ്മങ്ങളും ഒന്നും ഒരു ജ്ഞാനിയെ ബാധിക്കുകയില്ല. കാമകർമാദികളായ ഹൃദയഗ്രന്ഥികളെല്ലാം നശിച്ച് അവൻ ജനന മരണരഹിതമായ അവസ്ഥയെ പ്രാപിക്കുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രീരാമദേവൻ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന തിരിച്ചറിവിന് ശേഷം സാധകൻ സമാധി പ്രാപിക്കുന്നു. ആ അവസ്ഥയിൽ രൂപവും ഗുണവും ഒക്കെ നശിക്കുന്നു. അപ്പോൾ പിന്നെ ഈശ്വരൻ ഒരു വ്യക്തിയാണെന്ന ബോധം ഉണ്ടാവുകയുമില്ല. ഈശ്വരന്റെ സ്വരൂപം എന്താണ് എന്ന് പറയാനാവില്ല, പറയാനും സാധിക്കില്ല. ആരെ കൊണ്ടും പറയാൻ സാധ്യമല്ല. ആർക്കും അത് തേടി കണ്ടുപിടിക്കാനും സാധ്യമല്ല. കാരണം ബ്രഹ്മം നിർഗുണമാണ്, ബോധത്തിൽ ബോധമായിട്ട് മാത്രം അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഈ മുണ്ടകത്തിലെ 10ാം മന്ത്രത്തില് അധികാരിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മുണ്ടകോപനിഷത്ത് പഠിക്കുവാനുള്ള അധികാരവും അർഹതയും ആർക്കാണ് ഉള്ളത് എന്ന് വിവരിക്കുന്നു. ഇത് പറയുന്നു, ഹിതകരമായ കർമ്മങ്ങൾ നിഷ്കാമമായി അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ മനഃശുദ്ധിയും ബ്രഹ്മജിജ്ഞാസയും ഉണ്ടാവുകയുള്ളൂ. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ആത്മനിയന്ത്രണവും ഏകാഗ്രതയും പരിശുദ്ധിയും ഉണ്ടാകുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉപനിഷത്ത് തത്വങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപരബ്രഹ്മത്തിൽ നിന്നുള്ള സാധകന്മാർക്ക് കാലക്രമത്തിൽ പരബ്രഹ്മ വിഷയകമായ ജിജ്ഞാസയുണ്ടാകുന്നു. ശാസ്ത്രങ്ങളിലും ഗുരുവാക്യങ്ങളിലും സത്യബുദ്ധിയോടുകൂടിയുള്ള അവധാരണയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധ എന്നത് എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്. ശാസ്ത്രത്തിലും ഗുരുവാക്യങ്ങളിലും സത്യബുദ്ധിയോടുകൂടി എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇത് ആത്മജ്ഞാനത്തിന് അനുപേക്ഷണീയമായ ഒരു ഗുണമാണ് ശ്രദ്ധ എന്നത്. സ്വയം അഗ്നിയെ ഹോമിക്കുന്നവർ എന്നുള്ളിടത്ത് സ്വയം എന്നതിന് പ്രത്യേകം അർത്ഥമുണ്ട്. സ്വയം ശ്രദ്ധയില്ലാതെ തനിക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് പൂജാഹോമങ്ങൾ ചെയ്യിച്ച് പുണ്യവും പരിശുദ്ധിയും നേടാമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ അവനവന്റെ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് അവനവൻ തന്നെ ശ്രമിക്കേണ്ടതാണ് എന്ന തത്വത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്കും മനഃശുദ്ധിക്കും അവനവൻ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഥർവവേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള ശിരോവ്രതം സഹിഷ്ണുതയും ആത്മനിയന്ത്രണവും അഭിവൃദ്ധിപ്പെടുത്തുവാൻ അനുഷ്ഠിക്കേണ്ട ഒന്നായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്കും ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളവർക്ക് മാത്രമേ ഉപനിഷത്തിൽ വിവരിക്കുന്ന ബ്രഹ്മവിദ്യ പഠിക്കുവാനും പഠിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനും അർഹതയുണ്ടാവുന്നുള്ളൂ.
അവർക്ക് മാത്രമേ അത് ഫലവത്താക്കുവാനും സാധിക്കുകയുള്ളൂ. ഉപനിഷത്ത് പഠനത്തിന് ഉത്തമ അധികാരികൾ അവരാണ്. ഇവയൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന സാമാന്യമായ താല്പര്യം. അപ്പൊ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ബ്രഹ്മവിദ്യക്ക് അല്ലെങ്കിൽ ഉപനിഷത്ത് പഠിക്കുന്നതിനുള്ള അധികാരത്തെ കുറിച്ചാണ്, അധികാരി ആരാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എത്തരം മാനസികാവസ്ഥയുള്ള ആളാണ് ഇത് പഠിക്കാൻ അധികാരിയായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ബ്രഹ്മവിദ്യയെ മഹർഷിവര്യനായ അങ്കിരസ് ശിഷ്യനായ ശൗനകന് ഉപദേശിച്ച് കൊടുത്തതാണ്, പണ്ടേ ഉപദേശിച്ചതാണ്. വ്രതങ്ങൾ ആചരിക്കാത്തവന് ഈ വിദ്യ ഉപദേശിക്കുവാൻ പാടില്ല എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തില് ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഉപനിഷത്ത് പഠനം ആരംഭിക്കാവൂ എന്ന് സൂചിപ്പിക്കുന്നു. ആസ്തിക്യബോധമുള്ളവർ ഭൗതിക മൂല്യങ്ങൾ ത്യജിച്ച് ആധ്യാത്മിക മൂല്യങ്ങൾ സ്വീകരിക്കുവാൻ സന്നദ്ധരായിരിക്കും. അത്തരത്തിൽ സന്നദ്ധനാകുന്ന ഒരു വ്യക്തിക്ക് മനഃശുദ്ധി കൂടി ഉണ്ടായാൽ അവന് ബ്രഹ്മവിദ്യാ സ്വരൂപമായ ഉപനിഷത്ത് വിജ്ഞാനം ഗ്രഹിക്കുവാൻ സാധിക്കില്ല. അതായത് മനഃശുദ്ധി നേടാത്ത ഒരുവന് ബ്രഹ്മവിദ്യാ സ്വരൂപമായ ഉപനിഷത്ത് വിജ്ഞാനത്തെ വേണ്ടവണ്ണം അറിയാൻ സാധിക്കില്ല എന്നുകൂടി പറയുന്നു. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ശാന്തി മന്ത്രത്തോടുകൂടി ഓം ഭദ്രം കർണേഭി ശൃണിയാമ ദേവ എന്ന ശാന്തി മന്ത്രത്തോടുകൂടി മുണ്ടകോപനിഷത്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഉപനിഷത്ത് ആരംഭിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എന്റെ ഫോൺ നമ്പർ 94 47 30 62 73. നമസ്തേ.